ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബീട്രൂട്ട് തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ബീട്രൂട്ട് തോരൻ നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരും ചെയ്യുന്നൊരു റെസിപ്പിയാണ്. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് കുറഞ്ഞ സമയം കൊണ്ട് എളുപ്പത്തിൽ എങ്ങനെ ഒരു ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാം എന്നാണ്. ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ സാധാരണ ഗ്രേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഓഫീസിലും കോളേജിലും സ്കൂളിലൊക്കെ പോകുമ്പോൾ രാവിലെ തിരക്കിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഗ്രേറ്റ് ചെയ്യാനും അരിയാനും ഒക്കെ കുറച്ച് പാടാണ്. അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിൽ നമുക്ക് എളുപ്പത്തിന് എങ്ങനെ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 2 ബീട്രൂട്ടാണ്. നമ്മൾ ഇത് സാധാരണ പോലെ റഫായിട്ടൊന്ന് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. അതായത് നമ്മൾ ഈ ബീട്രൂട്ടൊക്കെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റഫായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക. ഒത്തിരി വലിയ കഷ്ണങ്ങളായിട്ടല്ല, ഇതുപോലെ ഇങ്ങനെ ആദ്യം കട്ട് ചെയ്തിട്ട് ഈ ഒരു അളവിലാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ നമ്മൾ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വച്ചിരിക്കുകയാണ് 2 ബീട്രൂട്ട്. ഇതാ കണ്ടോ, ഈ ഒരു അളവിലാണ് വേണ്ടത്. ഒത്തിരി ചെറുതാവുകയും വേണ്ട, ഒരുപാടങ്ങ് വലിയ കഷ്ണങ്ങളും വേണ്ട. ഇനി നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മിക്സിയിലൊക്കെയുള്ള റിവേഴ്സ് ബട്ടണില്ലേ, പൾസ് ചെയ്യാനുള്ള ആ ഒരു സ്വിച്ചാണ് ഇതിന് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഇത് സാധാരണ അടിക്കുന്ന പോലെ ഇങ്ങനെ അടിച്ചെടുക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് 1 സെക്കൻഡ് ഒന്ന് പൾസ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കറക്കുക. നമ്മൾ ആ റിവേഴ്സ് ബട്ടണിൽ പിടിച്ചിട്ട് ഒന്ന് കറക്കിയെടുക്കുക. ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം കറക്കുമ്പോഴത്തേനും ഇത് കറക്റ്റായിട്ട് വരും. അതായത് നമ്മുടെ റിവേഴ്സ് ബട്ടണിലിട്ട് 2-3 പ്രാവശ്യം ഒന്ന് ജസ്റ്റ് പൾസ് ചെയ്തെടുക്കുക. അത് ഒത്തിരി സമയം കൂടിപ്പോരുത്. ആദ്യം റിവേഴ്സ് ബട്ടണിലിട്ടിട്ട് 1 സെക്കൻഡ് ഒന്ന് പൾസ് ചെയ്യുക. ഇത് 3-4 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്കിത് ഇതുപോലൊരു രീതിയിൽ കിട്ടും. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരിക്കലും അരിഞ്ഞു പോകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബീട്രൂട്ട് തോരന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒരു നമ്മൾ അരിഞ്ഞൊക്കെ വെക്കില്ലേ ചെറുതായിട്ട്, ആ ഒരു രൂപത്തിൽ, അല്ലെങ്കിൽ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്യണ രീതിയിലായിരിക്കും ഇത് കിട്ടുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും അത് കൂടുതൽ നേരമിട്ട് അടിക്കരുത്. ഇനി നമുക്ക് തോരൻ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. അതുപോലെ നമ്മളിതിൽ തേങ്ങ മിക്സിയിലിട്ട് അടിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ജീരകമൊക്കെ ഈ കടുക് ഇടുന്ന സമയത്ത് തന്നെ ഇടണം. 1/4 ടീസ്പൂൺ ജീരകം ഈ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഇടണം. ഞാൻ ആ സമയത്ത് മറന്നുപോയി ഇടാനായിട്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും 2 വറ്റൽമുളകും 5-6 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. അതുപോലെ ഞാൻ ജീരകം നേരത്തെ ചേർക്കാൻ മറന്നതുകൊണ്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളാദ്യം കടുക് പൊട്ടിക്കുന്ന സമയം തന്നെ ജീരകം ചേർക്കുക. ഇനി നമ്മൾ മിക്സിയിലിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന ബീട്രൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/2 കപ്പ് തിരുമിയ തേങ്ങയാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ തേങ്ങയൊക്കെ മിക്സിയിലിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 3-4 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ച് വേവിക്കണം. ഈ സമയത്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മുടെ ബീട്രൂട്ട് ഏകദേശം കുക്കായിട്ടുണ്ടാവും. ഇനി നമ്മൾ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് തോർത്തിയെടുക്കണം. നമ്മൾ അടച്ചു വെച്ച് വേവിച്ചതുകൊണ്ട് ഇത് കുഴഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് നന്നായിട്ട് തോർത്തിയെടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തോർത്തിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് തോരൻ റെഡി ആയി കഴിഞ്ഞു. ശരിക്കും ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ ബീട്രൂട്ട് തോരൻ റെഡിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഗ്രേറ്റ് ചെയ്യാനും കട്ട് ചെയ്യാനുള്ള സമയം ഒത്തിരി ലാഭിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.